ഹായ് ഹലോ കൂട്ടുകാരെ, സ്വാതന്ത്ര്യം 2-ന്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്ന ബാലനെയും കുടുംബാംഗങ്ങളെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോഴും മീനാക്ഷിയും മിത്രയും മാത്രം ഭക്ഷണം കഴിക്കുന്നില്ല. കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ള ദുഃഖത്തിലാണ് മീനാക്ഷി. അതേസമയം ഈ വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച പേപ്പർ എവിടെ പോകാനാണ്, ഇതാരോ എടുത്തു മാറ്റിയതാണെന്നും മീനാക്ഷി പറയുന്നുണ്ട്. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ ഗോമതി പ്രാകുകയാണ്. ആരാ പേപ്പർ എടുത്തു മാറ്റിയാലും അവരുടെ തലയിൽ ഇടുത്തി വീഴണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോമതി പ്രാകുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ ബാലൻ്റെ തലയിലേക്ക് ചോറ് കയറുകയും ബാലൻ ചുമയ്ക്കുകയും ചെയ്യുന്നു. പിന്നീട് ഗോമതി തന്നെ ബാലന് വെള്ളം കൊടുത്ത് തലയ്ക്ക് തട്ടി ശരിയാക്കുന്നു. അതിനുശേഷം ഗോമതി പിന്നീടും പ്രാവുകയാണ്, ഈ പേപ്പർ ആരെടുത്തുകൊണ്ട് പോയാലും അവരുടെ തലയിൽ ഇടുത്തി വീഴണേന്ന്. ഇപ്രാവശ്യം ബാലന് പകരം ദേവിയുടെ തലയിലാണ് ചോറ് കയറുന്നത്. ഇത് കേട്ട് മിത്ര ചോദിക്കുകയാണ്, അപ്പച്ചി പ്രാകുമ്പോൾ ഈ വീട്ടിലുള്ളവർക്ക് തന്നെയാണല്ലോ കിട്ടുന്നത്. ഈ വീട്ടിലുള്ള ആരെങ്കിലും ഇനി അറിയാതെ പേപ്പർ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവിയെയാണ്. ദേവിയും ആനന്ദും ഉറങ്ങാനായിട്ട് വരുന്നു. ആനന്ദിനോട് ദേവി പറയുന്നു, ആനന്ദേട്ടൻ കിടന്നുറങ്ങിക്കോ, അപ്പുറത്ത് മിത്ര ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആര്യൻ ഇതുവരെയും വന്നില്ല, ഞാൻ മിത്രയ്ക്ക് ഒരല്പം നേരം ചെന്ന് കൂട്ടിരിക്കാം. ഇത് കേട്ട് ആനന്ദ് തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നു. ദേവി എന്നു മുതലാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്? എന്തായാലും ദേവിക്ക് നല്ല ബുദ്ധി വന്നതല്ലേ, നീ പോയി മിത്രയുടെ അടുത്ത് ഇരുന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് ദേവിയെ പറഞ്ഞു വിടുന്നു. ഈ സമയം മിത്രയുടെ അടുത്തെത്തിയ ദേവി അടുത്ത നമ്പർ എടുത്തു. ദേവി പറയുകയാണ്, രാത്രിയിൽ ആര്യൻ വരുമ്പോൾ ആര്യന് കഴിക്കാൻ മോള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ എന്ന്. അത് കേട്ട് മിത്ര പറയുകയാണ്, ആര്യന് കഴിക്കാനായിട്ട് രാത്രി ദോശ ചുട്ടു കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേവി പറയുകയാണ്, ആര്യന് കഞ്ഞിയും ചമ്മന്തിയും അല്ലേ ഇഷ്ടം, അതെന്താ ഉണ്ടാക്കി കൊടുക്കാത്തത് എന്ന്. മിത്രയോട് ദേവി പറയുകയാണ്, രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വരുന്നതല്ലേ, അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളൂ, അവന് വേണ്ടി വാതിൽ തുറക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞ് മിത്രയെ അടുക്കളയിലേക്ക് അയക്കുകയാണ് ദേവി. അതിനുശേഷം വീണ്ടും ദേവി ആനന്ദിൻ്റെ മുറിയിലേക്ക് എത്തുന്നു. ആനന്ദിൻ്റെ ഉറക്കം പരിശോധിക്കുകയാണ്. ആനന്ദ് നല്ല കൂർക്കം വലിച്ചുറങ്ങുന്നു. ആനന്ദിൻ്റെ ഷർട്ടും മുണ്ടും എടുത്തിട്ട് ആണുങ്ങളെപ്പോലെ ഒരുങ്ങി ദേവി പുറത്തിറങ്ങി. പിന്നീട് ദേവി കൃഷ്ണമംഗലത്തെ മതിൽക്കെട്ടിനടുത്തേക്കാണ് നടന്നത്. മതിൽ ചാടി ദേവി കൃഷ്ണമംഗലത്തിലെ പറമ്പിലേക്കെത്തി. ഈ സമയം രാത്രിയിൽ ആരെങ്കിലും കൂടോത്രം ചെയ്യാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഉറക്കമൊഴിച്ചിരിക്കുകയാണ് അലോക്. മതിൽ ചാടിയ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി വന്നപ്പോൾ ആരോ അവിടെ മതിലിനടുത്ത് നിൽക്കുന്നതായിട്ട് അലോകിന് കാണാനും സാധിച്ചു. ഈ സമയം കൊണ്ട് ദേവിക്ക് പേപ്പർ കിട്ടുകയും അലോക്, ആരുടെ അവിടെ, നിക്കടാ അവിടെ, പിടിയടാവനെ എന്നും പറഞ്ഞ് ബഹളം വെച്ച് ഓടി വരികയും ചെയ്തു. പെട്ടെന്ന് തന്നെ ദേവി ദേവമംഗലത്തേക്കുള്ള മതിൽ തിരിച്ചു ചാടിയത് ആര്യൻ്റെ മുമ്പിലേക്കാണ്. ദേവി ആര്യൻ്റെ മുമ്പിൽ പെട്ടതും ദേവി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അലോക് കൃഷ്ണമംഗലത്തെ പറമ്പിൽ നിന്നും ദേവമംഗലത്തിൻ്റെ മതിലിനടുത്തേക്ക് വന്നപ്പോൾ കാണുന്നത് ആര്യനെയാണ്. ആഹാ, നീ ആയിരുന്നോടാ രാത്രി മതിൽ ചാടിയത് എന്നും പറഞ്ഞുകൊണ്ട് അലോക് ആര്യനുമായി വഴക്കുണ്ടാക്കുകയാണ്. ആര്യൻ പറയുന്നു, നിനക്ക് വട്ടാണ്, ഞാനും അതിലൊന്നും ചാടിയതില്ല, ഞാനിപ്പം ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ആര്യനും അലോകും തമ്മിൽ വഴക്കുണ്ടാകുന്നു. ഈ സമയത്ത് ദേവി സൂത്രത്തിൽ ആനന്ദിൻ്റെ മുറിയിലെത്തുകയും പേപ്പർ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം വസ്ത്രമൊക്കെ മാറ്റി അലോകിനടുത്ത് കയറി കിടക്കുകയും ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേവി ആനന്ദിനെ ഉണർത്തി ആനന്ദിനോട് പറഞ്ഞു, ആനന്ദേട്ട പുറത്തെന്തോ ബഹളം കേൾക്കുന്നു, എണീക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദ് ദേവി ഇട്ട ഷർട്ടും ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അലോകും ആര്യനും തമ്മിൽ വഴക്ക് കൂടുന്നതാണ് കാണുന്നത്. ഉടനെ തന്നെ അലോകിന് മനസ്സിലായി, ആനന്ദാണ് മതിൽ ചാടിയത്, ഇതേ ഷർട്ടിട്ട നീ തന്നെ അല്ലേടാ കള്ള മതിൽ ചാടിയത് എന്നും പറഞ്ഞ് അലോക് ആനന്ദിനെതിരെ തിരിഞ്ഞു. ഈ സമയത്ത് ദേവി എന്ന് പറഞ്ഞ്, ചേട്ടൻ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു, നിനക്കെന്താ വട്ടായ, നിനക്ക് എന്തോ മാനസിക അസുഖമുണ്ട് എന്നും പറഞ്ഞ് ദേവി ഇടപെടുകയും ദേവി അലോകിന് നല്ല ചീത്ത പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് അലോക് ആകെ കൺഫ്യൂഷൻ ആകുന്നു. അതിനുശേഷം അലോക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഈ സമയത്ത് കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും അവിടെ നടന്ന അവിടെയുള്ള ബഹളം കേട്ട് എണീറ്റ് വന്നപ്പോൾ അലോക് അവരോടെല്ലാം കാര്യം പറഞ്ഞു. ദേവമംഗലത്ത് നിന്ന് ഒരുത്തൻ മതിൽ ചാടി ഇവിടെ എന്തോ കൂടോത്രം ചെയ്യാൻ വന്നു, അത് ഞാൻ കണ്ട്, അന്നേരം അവൻ തിരിച്ചു ചാടി, പിന്നീട് ഞാൻ ചെന്ന് നോക്കിയപ്പം അത് ആനന്ദാണ്. അത് കേട്ട് കൃഷ്ണമംഗലത്ത് ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആര്യനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. പക്ഷേ ആനന്ദ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല.